ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ആൻഡ് വിൻ PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച 50 ചോദ്യോത്തരങ്ങൾ. ഏത് ടോപ്പിക്കിൽ നിന്ന്? രോഗങ്ങളും രോഗകാരികളും എന്നതിൽ നിന്ന്. അതായത് നമുക്കറിയാം PSCയുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സയൻസിൽ പറയുന്ന ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാരികളും. 10th ലെവലിനെല്ലാം കോമൺ ആയിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് എക്സാം മിക്കവാറും കുറച്ചൊന്ന് സിമ്പിൾ ആക്കിയിട്ട് പിന്നെയുള്ള എക്സാം ടഫ് ആവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ മുൻവർഷങ്ങളിലുള്ള ചോദ്യങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് 100% ഹെൽപ്ഫുൾ ആകും. ഏതൊക്കെയാണ് നമ്മളുടെ ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, DPT വാക്സിൻ ഫലപ്രദമായ രോഗങ്ങൾ. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്ടീരിയ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ളവർ അത് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. ലൂയി പാസ്ചർ. ഓർത്തു വെക്കുക, പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ അല്ലെങ്കിൽ റാബീസിനെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏത്? തിമിരം. നമ്മുടെ കണ്ണിലെ ലെൻസിന്റെ പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് തിമിരം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്. ഓർത്തു വെക്കുക, നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. നമ്മൾക്ക് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാതാവുന്ന അവസ്ഥ, അതിന് പറയുന്ന പേരാണ് ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യൻ, വായുവിൽ കൂടി പകരാത്ത ഒരു രോഗമാണ് കോളറ. ഇതിന്റെ ഓപ്ഷനിൽ വായുവിൽ കൂടി പകരുന്ന 3 രോഗങ്ങൾ കൂടി ഉണ്ടാവും, എന്നിട്ട് കോളറയും കൊടുക്കും. അപ്പോൾ വായുവിൽ കൂടി പകരാത്ത രോഗമാണ് കോളറ. കോളറ എങ്ങനെയാണ് പകരുന്നത്? ജലത്തിലൂടെയാണ് പകരുന്നത്. വിവിധ മാധ്യമങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളെ പറ്റിയും ഫംഗസ് രോഗങ്ങളെ പറ്റിയൊക്കെ ചേർത്തിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർ പോയിട്ട് കാണുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. 100% നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അടുത്ത ക്വസ്റ്റ്യൻ, സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി. നമ്മളുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷിക്ക് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ വരുന്ന ഒരു രോഗമാണ് ഏത്? വാതപ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, ഗോയിറ്റർ എന്ന രോഗം ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥി. ഇത് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അടുത്ത ക്വസ്റ്റ്യൻ, ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ക്യാൻസർ. ഇതിനെപ്പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫംഗസ് രോഗങ്ങളെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സിന്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ക്യാൻസർ ഉണ്ടാകുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമായതും ഓങ്കോളജിയെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പോയിട്ട് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? പ്ലാസ്മോഡിയം. മലമ്പനി അല്ലെങ്കിൽ മലേറിയയ്ക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, ടൈഫോയിഡിന് കാരണമായ രോഗകാരി ബാക്ടീരിയ. ഓർത്തു വെക്കുക, ടൈഫോയിഡിന് കാരണം ബാക്ടീരിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മീനാമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീഥൈൽ മെർക്കുറി. പ്രത്യേകം ഓർക്കുക, മീഥൈൽ മെർക്കുറി എന്ന രാസവസ്തു കാരണമാണ് മീനാമാത ദുരന്തം ഉണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സീമ ബാധിക്കുന്നത്? ത്വക്ക്. നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു രോഗമാണ് എക്സീമ. അടുത്ത ക്വസ്റ്റ്യൻ, കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ്. ഇത് നമ്മളുടെ ശരീരത്തെ അല്ല, കൗങ്ങിനെ ബാധിക്കുന്ന രോഗമാണ്. ഇത് ഞാൻ ഉൾപ്പെടുത്താൻ കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ അത് മാത്രമല്ല, രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കിൽ പറയുന്നുള്ളൂ. ചിലപ്പോൾ സസ്യങ്ങളെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാലോ, അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. ഓർത്തു വെക്കുക, കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരിയാണ് ഫംഗസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. ഓർത്തു വെക്കുക, ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചതാണ് എഡ്വേർഡ് ജെന്നർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെ. നമുക്കറിയാം, ശ്വാസകോശത്തെ ബാധിക്കുന്ന മിക്കവാറും രോഗങ്ങളും പകരുന്നത് വായുവിലൂടെയാണ്. ഓർത്തു വെക്കുക, ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എബോളയുടെ രോഗകാരി ഏത്? വൈറസ്. ഓർക്കുക, എബോള ഒരു വൈറസ് രോഗമാണ്. വൈറസ് രോഗങ്ങളെ പറ്റിയും വൈറസ് രോഗങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ
പഠിക്കാമെന്നതും ഒക്കെ ഞാൻ ക്ലാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ എൻഡ് സ്ക്രീനായിട്ട് അത് വെക്കാം. ആവശ്യമുള്ളവർ അത് കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡോട്ട്സ് ചികിത്സാ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രോഗവുമായിട്ടാണ്? ക്ഷയം. ഈ ഡോട്ട്സ് ചികിത്സാ സംവിധാനത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ പല തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായി ഇത് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഡോട്ട്സിന്റെ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ ഞാൻ ബാക്ടീരിയ രോഗങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കാണുക. ഡോട്ട്സ് ചികിത്സാ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ഷയരോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗം? അൽഷിമേഴ്സ്. ഓർത്തു വെക്കുക, നമ്മുടെ നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ, അത് തലച്ചോറിലെ നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടക്സിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന, സെറിബ്രൽ കോർട്ടക്സിലാണല്ലോ നമ്മുടെ ഓർമ്മയുടെയും ഒക്കെ കേന്ദ്രമൊക്കെ വരുന്നത്. അപ്പം അതിലൊക്കെ എന്തെങ്കിലും തകരാറൊക്കെ പറ്റുന്നതിനാലും ഉണ്ടാകുന്ന രോഗമാണ് ആൽഷിമേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം? ചിക്കൻ പോക്സ്. നമുക്കറിയാം ചിക്കൻ പോക്സ് ഒരു വൈറസ് രോഗമാണ്. വൈറസ് രോഗങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ആവശ്യമുള്ളവർ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്? ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും പരത്തുന്ന കൊതുകാണ് ഈഡിസ് ഈജിപ്തി. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ B1 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗം? ബെറിബറി. ചിലപ്പോൾ ചോദിക്കുക വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ ബെറിബറി കാണുകയാണെങ്കിൽ അത് എഴുതുക. വിറ്റാമിൻ B1ന്റെ ആയാലും അതേപോലെ പിന്നെ വിറ്റാമിൻ ബിയുടെ ആയാലും അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ബെറിബറിയാണ്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് വിറ്റാമിൻസിന്റെ. അത് ആവശ്യമുള്ളവർ പോയി കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോൾ. ഞാനിത് മുൻപ് മനുഷ്യ ശരീരം എന്ന ഭാഗത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആന്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പൈറോ എന്നുള്ള വാക്ക് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആന്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഏത്? ഈ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. പാരസെറ്റമോൾ ആന്റിബയോട്ടിക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു മരുന്നാണ്. കാരണം എന്താ? നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മളെ ചൂട് കുറയ്ക്കാൻ വേണ്ടി തരുന്ന മരുന്നാണ് പാരസെറ്റമോൾ. അപ്പോൾ ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ് പാരസെറ്റമോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി? ഭ്രാന്തിപ്പശു രോഗം. ഓർത്തു വെക്കുക, ഭ്രാന്തിപ്പശു രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ബോവൈൻ ഭ്രാന്തിന്നോ മറ്റോ കോഡാക്കിയിട്ട് ഒന്ന് പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി? ബാക്ടീരിയ. ബാക്ടീരിയയുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് അല്ലെങ്കിൽ എന്ത് പറയാം? HIV. അപ്പോൾ മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണുവാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. എയ്ഡ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ചോദിക്കാൻ ഇനി ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറസ് രോഗങ്ങൾ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹെപ്പറ്റൈറ്റിസ് B പകരുന്നത് രക്തത്തിലൂടെയും ശരീര ദ്രവങ്ങളിലൂടെയും? ഹെപ്പറ്റൈറ്റിസ് B പകരുന്നത് മിക്കവാറും ഒന്നുകിലും രക്തത്തിലൂടെ അല്ലെങ്കിലോ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഒക്കെയാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A ആണെങ്കിൽ മലിനജലത്തിലൂടെയാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B ആണെങ്കിൽ രക്തത്തിലൂടെ അല്ലെങ്കിൽ ശരീര ദ്രവങ്ങളിലൂടെ. ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പോളിയോ തുള്ളിമരുന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ആൽബർട്ട് സാബിൻ. ഓർത്തു വെക്കുക, പോളിയോ ഓറൽ വാക്സിൻ അല്ലെങ്കിൽ പോളിയോ തുള്ളിമരുന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് സാബിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം? ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് ചെന്നൈ. ലോകത്തിലോ? അമേരിക്ക രാജ്യം. അപ്പോൾ ഇത് പഠിക്കാൻ ഇതിൻ്റെ വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കാനും ഞാൻ എങ്ങനെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കാം എന്നുള്ളതൊക്കെ ആ വൈറസ് രോഗങ്ങളുടെ കൂടെ ക്ലാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എലീസ, വെസ്റ്റേൺ ബ്ലോട്ട് എന്നീ പരിശോധനകൾ ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്. ഓർത്തു വെക്കുക, എലീസ, വെസ്റ്റേൺ ബ്ലോട്ട് എന്നീ പരിശോധനകൾ എയ്ഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? കരൾ. അത് നമുക്കറിയാം അല്ലേ? ഹെപ്പറ്റൈറ്റിസ് A ആയാലും B ആയാലും ഒക്കെ ബാധിക്കുന്നത് കരളിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആക്രമിക്കുന്ന ശരീരകോശം? ലിംഫോസൈറ്റ്. നമ്മുടെ പ്രതിരോധത്തിന് സഹായിക്കുന്ന കോശമാണ് ലിംഫോസൈറ്റ്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആക്രമിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എയ്ഡ്സ് അല്ലെങ്കിൽ HIV വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ല്യൂക്ക് മോണ്ടഗ്നർ. ഓർത്തു വെക്കുക, എയ്ഡ്സിന് കാരണമായ രോഗാണു അല്ലെങ്കിൽ HIV വൈറസിനെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ല്യൂക്ക് മോണ്ടഗ്നർ.
അടുത്ത ക്വസ്റ്റ്യൻ, ചിക്കൻ ഗുനിയ കാരണമാകുന്ന വൈറസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? MRWHR ലാംസുഡെൽ. ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കാൻ തന്നെ വേണം. പ്രീവിയസ് ആയതുകൊണ്ട് ചോദിച്ചാലോ? MRWHR ലാംസുഡെൽ ആണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്ന വൈറസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഓർത്തു വെക്കുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അസുഖമായി കണക്കാക്കപ്പെടുന്നത്? കുഷ്ഠം. നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അസുഖമായി കണക്കാക്കപ്പെടുന്നതാണ് കുഷ്ഠം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രോഗത്തെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത്? മലേറിയ. ഓർത്തു വെക്കുക, ബ്ലാക്ക് വാട്ടർ ഫീവർ അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് മലേറിയ. മലയാളത്തിലാണെങ്കിൽ എന്ത് പറയും? മലമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നത്? വെളുത്ത രക്താണു. നമ്മുടെ ശരീരത്തിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണ് വെളുത്ത രക്താണുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാഴയുടെ മണ്ടയടപ്പ് രോഗത്തിന് കാരണമായ രോഗാണു? വൈറസ്. നേരത്തെ നമ്മൾ കൗങ്ങിന്റെ പറഞ്ഞില്ല, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്തിയതാണ്. വാഴയുടെ മണ്ടയടപ്പ് രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, എലീസ ടെസ്റ്റ് ഉപയോഗിക്കുന്ന ജീവകം H. നമ്മളുടെ ശരീരത്തിലെ ജീവകം H അല്ലെങ്കിൽ ബയോട്ടിൻ അല്ലെങ്കിൽ വിറ്റാമിൻ B7 ആണ് എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകം. ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഈഡിസ് പെൺകൊതുക് പരത്തുന്ന ഒരു രോഗം? ഡെങ്കിപ്പനി. ഓർത്തു വെക്കുക, ഈഡിസ് പെൺകൊതുക് പരത്തുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മൾ നേരത്തെ അത് പറഞ്ഞിരുന്നു. എന്ത്? ഡെങ്കിപ്പനിക്ക് കാരണമായത് ഏതാണ്? ഈഡിസ് ഈജിപ്തി. അതേപോലെ ഇത് നേരെ തിരിച്ചു വെച്ചാണ്. ഈഡിസ് പെൺകൊതുക് പരത്തുന്ന രോഗമാണ് ഡെങ്കിപ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, BCG കുത്തിവയ്പ്പ് കുട്ടികളിൽ ഏത് രോഗം തടയുവാനാണ്? ക്ഷയം. BCG കുത്തിവയ്പ്പ് നമ്മളെ കുട്ടികളിൽ എടുക്കുന്നത് ക്ഷയരോഗം തടയാനാണ്. ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ബാക്ടീരിയയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം? എബോള. ഇത് 2 തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗമാണ് എബോള. അടുത്ത ക്വസ്റ്റ്യൻ, ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം? റൂബെല്ല. ഇതും ഓർത്തു വെക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പഠിക്കാമെന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നും ഒക്കെ ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ വൈറസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കാണുക. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമാണ് റൂബെല്ല. അടുത്ത ക്വസ്റ്റ്യൻ, റിക്കറ്റ്സ് ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? എല്ലുകൾ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. എല്ലുകളെയാണ് അത് ബാധിക്കുന്നത്. ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൈറ്റ് രോഗം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. ഇത് സസ്യങ്ങളെ പറ്റിയുള്ള 3ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഓർത്തു വെക്കുക, ബ്ലൈറ്റ് രോഗം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കുരങ്ങ് പനിയുടെ രോഗകാരിയായ വൈറസ്? ഫ്ലാവി വൈറസ്. ഓർത്തു വെക്കുക, കുരങ്ങ് പനിക്ക് കാരണം ഫ്ലാവി വൈറസ് ആണ്. ഈ കുരങ്ങ് പനിയുടെ മറ്റൊരു പേരും എല്ലാം ഞാൻ വൈറസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ, മയോപ്പിയ എന്ന രോഗം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. നമ്മളുടെ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ. അടുത്ത ക്വസ്റ്റ്യൻ, പെൻഡാവാലന്റ് വാക്സിനേഷനുമായി ബന്ധമില്ലാത്ത രോഗം? ക്ഷയം. ക്ഷയവും BCGയുമായി ബന്ധപ്പെട്ട രോഗമാണ്. നമ്മൾ നേരത്തെ കണ്ടു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ പെൻഡാവാലന്റ് വാക്സിനേഷനുമായി ബന്ധമില്ലാത്ത രോഗമാണ് ഏത്? ക്ഷയം. ബാക്കി വില്ലൻ ചുമ, ടെറ്റനസ് അതേപോലുള്ള രോഗങ്ങളൊക്കെ പെൻഡാവാലന്റ് വാക്സിനുമായി ബന്ധമുണ്ട്. എന്നാൽ ക്ഷയത്തിന് ഇതുമായി ബന്ധമില്ല. ഓർത്തു വെക്കുക, പെൻഡാവാലന്റ് വാക്സിനേഷനുമായി ബന്ധമില്ലാത്ത രോഗമാണ് ക്ഷയം. ക്ഷയത്തിന് ബന്ധമുള്ള വാക്സിനേഷൻ ഏതാണ്? BCG. അടുത്ത ക്വസ്റ്റ്യൻ, രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന ഒരു രോഗം? വെള്ളെഴുത്ത്. രോഗാണുബാധ കൂടാതെ സാധാരണ കണ്ണിനുണ്ടാകുന്നതൊക്കെ ബാക്ടീരിയ കൊണ്ടുള്ള അണുബാധയാണ്. അപ്പൊ രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന ഒരു രോഗമാണ് വെള്ളെഴുത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കോമ ശരീരത്തിലെ ഏത് ഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസർ ആണ്? അസ്ഥി. ഇത് പ്രത്യേകം ഓർത്ത് വെക്കണം. സർക്കോമ എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥിക്ക് വരുന്ന ഒരു ടൈപ്പ് ക്യാൻസർ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ 50 ക്വസ്റ്റ്യൻസ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. പിന്നെ ഈ ഓരോ രോഗങ്ങളെ പറ്റിയും ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, അതേപോലെ ഫംഗസ്, പ്രോട്ടോസോവ രോഗങ്ങൾ എന്നിവയെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതേപോലെ എൻഡ് സ്ക്രീനിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്